ഹലോ ഫ്രണ്ട്സ്, ലീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മോർണിംഗ് റുട്ടീനാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ട് നല്ല കടുപ്പത്തിലൊരു ചായയിലിട്ട് കുടിക്കേണ്ടിയിട്ട് ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ കുടിച്ചിട്ട് ഞാൻ വന്നിട്ട് ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട്, അത് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ലീവായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചപ്പാത്തി ഞാൻ ചുട്ട് ഹോട്ട് പോട്ടിലാക്കി വെക്കാമെന്ന് വെച്ച് ചുട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങിന് കട്ട് ചെയ്തിട്ട് ഞാൻ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടേനും. അപ്പോൾ അത് ഹോട്ട് പോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. ചപ്പാത്തി കുറച്ച് ചുട്ട് ഹോട്ട് പോട്ടിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് കടുക്, പെരിഞ്ജീരകം ആദ്യം തന്നെ താളിക്കേണ്ടിയിട്ടിട്ടു. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച ഉള്ളി അതിലോട്ടിടണം. അപ്പോൾ പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേങ്കിൽ എണ്ണ നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചപ്പാത്തി ചുട്ട് വെച്ചത്. അപ്പോൾ ഉള്ളി, കട്ട് ചെയ്ത ഉള്ളി, പച്ചമുളക്, പെരിഞ്ജീരകം, കടുക് ഇട്ടിട്ട് നല്ലോണം വാട്ടുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ല, ഞാൻ ചതച്ചതാണ്. പിന്നെ കറിവേപ്പില, ആ കറിവേപ്പിലേൻ്റെ കളർ കണ്ടാൽ തന്നെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ തക്കാളിയും ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതിട്ടിട്ട് നല്ലോണം മിക്സാക്കുക. അപ്പോൾ നല്ല കോമ്പിനേഷനാണ്, ചപ്പാത്തിക്കായാലും പൂരിക്കായാലും നല്ലൊരു കോമ്പിനേഷനാണ് ഉരുളക്കിഴങ്ങ് കറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചിട്ടിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചാലും നല്ല ടേസ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഞാൻ ഇതിലോട്ടിട്ട് മിക്സാക്കിയിട്ട് നല്ലോണം സ്മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇടാം. ഇതിൽ നിന്ന് എരിവിന് ആവശ്യമായിട്ടുള്ളത് എല്ലാം ഇടാം. ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടില്ല, കാരണം അധികം എരിവ് വേണ്ട എന്നുള്ളതുകൊണ്ട് 3 പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി ഉരുളക്കിഴങ്ങ് കറിയും ചപ്പാത്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങും കഴിച്ചിട്ട് വരാം. ഓക്കെ. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.